എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33 34 വാക്യങ്ങൾ. മത്തായി 6:33-34. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുൻപേ അന്വേഷിക്കേണ്ടതെന്തെന്ന് കർത്താവ് തൻ്റെ കേൾവിക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് അനുവർത്തിക്കലാണെന്ന് ആഴമായി പഠിപ്പിക്കുന്നു. അതോടൊപ്പം ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാം ലഭിക്കും എന്നതല്ല. അതിനു മുൻപേ കുറെ കാര്യങ്ങൾ ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ എടുത്തു കാണിക്കുന്ന ഒരു പട്ടികയുണ്ട്. അന്നവും വസ്ത്രവും തലചായ്ക്കുന്ന ഇടവുമൊക്കെയാണ്. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നതല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും ഐശ്വര്യത്തോടെ ജീവിക്കേണ്ടിയിരുന്ന ആൾ ക്രിസ്തു തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഏത് വിപരീത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിലെ നന്മയുടെ വെളിച്ചമണയാതെ സൂക്ഷിക്കാൻ ദൈവികരായ മനുഷ്യർക്ക് കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കുറച്ച് മുൻപ് ഇറങ്ങിയ ഒരു ഹ്രസ്വ ചിത്രം, ഫുഡ് ടേസ്റ്റ് ആൻഡ് ഹങ്കർ. വളരെ ദരിദ്രനായ ഒരാൾ, 3-4 കുഞ്ഞുങ്ങളുള്ള കുടുംബം, ഒരു വലിയ റെസ്റ്റോറൻറ്റിലെ വേസ്റ്റൊക്കെ എടുത്ത് കളയുന്ന ആളാണ്. ആ ജോലിക്കിടയിൽ നല്ലതെന്ന് തോന്നുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ അദ്ദേഹം കയ്യിൽ കരുതും. വൈകുന്നേരം വീട്ടിലെത്തുന്ന അയാളെ കാത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടാവും. അയാൾ പൊതി ഭാര്യയ്ക്ക് നൽകി. അവൾ അത് എല്ലാ പാത്രങ്ങളിലുമായി വിളമ്പി. പാത്രത്തിൻ്റെ മുൻപിലിരുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ പെട്ടെന്ന് ഭക്ഷണമെടുത്ത് വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ സ്നേഹത്തോടെ കുഞ്ഞിനെ വിലക്കി. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ആംഗ്യം കാണിച്ചു. പിന്നെ എല്ലാവരും ഒന്നിച്ച് കണ്ണടച്ച് കൈകൂപ്പി ദൈവമേ, തന്ന ആഹാരത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞു. ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവത്തോട് ഇത്ര ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്? കാരണം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്ന മനുഷ്യരാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ അന്നം അന്വേഷിക്കുന്നവർ. അങ്ങനെ ലഭിക്കുന്നതിനെ നന്ദിയോടെ സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റുക. വളരെ വിചിത്രമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ശ്രേഷ്ഠമായ ദൈവഭാവം അവരിലുണ്ട്. ചില വീടുകളിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്. അവർ നോക്കുമ്പോൾ അവിടെ പലതുമുണ്ട്, എങ്കിലും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അവരുടെ ഉള്ളിൽ അപ്പോൾ എന്തായിരിക്കും ചിന്ത? യാചിച്ച് ജീവിക്കുന്ന ഒരു വയോധികൻ എല്ലാ സന്ധ്യയിലും അതിൻ്റെ നടയിൽ പോലും കയറി നിൽക്കാൻ ധൈര്യപ്പെടാതെ മുറ്റത്ത് നിന്ന് ഏതാനും നിമിഷം എല്ലാം മറന്ന് കണ്ണടച്ച് കരം കൂപ്പി പള്ളിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. രാത്രി അയാൾ വിശ്രമിക്കാൻ പോകുന്നത് കടത്തിണ്ണയിലാണ്. കിടക്കാൻ ഒരിടം പോലും നൽകാത്ത ദൈവത്തോട് എന്തായിരിക്കാം അയാൾ ഇങ്ങനെ നിർനിമേഷനായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈ ലോകത്തിൽ ഒന്നും ഇല്ലാത്ത ആളുകൾ, ആസ്തിയില്ലാത്തവർ ദൈവത്തോട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഒരായുസ് മുഴുവൻ ഭിക്ഷ യാചിച്ച് കിട്ടിയ പണം കൊണ്ട് സ്വന്തം മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ ഒരാളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ഏതെല്ലാം കാര്യത്തിന് കടപ്പെട്ടിരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അന്വേഷകരായി ജീവിച്ചാൽ നമുക്കാവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം നിവർത്തിക്കാമെന്നല്ല അർത്ഥം. നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ച് നൽകുന്ന ഒരു ദൈവമുണ്ട്. അത്യാഗ്രഹങ്ങളെയല്ല, അനാവശ്യങ്ങളെയുമല്ല, ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ കണ്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അന്വേഷകരെന്ന് പറഞ്ഞാൽ ദൈവരാജ്യ അനുഭവത്തിൻ്റെ പങ്കാളികളായി ജീവിക്കുക. അവിടെ നീതിയും സന്തോഷവുമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കട്ടെ. പുതിയ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലഭിച്ച നന്മകളിൽ നന്ദിയോടെ ജീവിപ്പാനും അങ്ങയെ സ്തുതിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ചേർത്ത് പിടിച്ച് നന്ദിയോടെ ജീവിപ്പാൻ ഇന്നത്തെ പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ ചരിപ്പാൻ പുതിയ വർഷം അവിടുത്തെ കൃപ പകരണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.